ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസീസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പപ്സ് പോളയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പപ്സിൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ ഒരു പോള നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 സവാളയും 3 പച്ചമുളകുമാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ചതുക്കിയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡറോ യൂസ് ആക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലോട്ട് മസാല ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഒന്നും ഒരുപാടായി പോകരുത്, കാരണം നമുക്ക് പപ്സിൻ്റെ ആ സെയിമിലുള്ള ഒരു ഫില്ലിംഗ് ആണ് കിട്ടേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി വിട്ട് വെക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ഒരു 5 ടീസ്പൂണോളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, കാരണം ഡ്രൈ ആയി പോകരുത്. ഇനി ഇതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡൊന്ന് ടിപ്പ് ചെയ്യാനുള്ള മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ബ്രെഡൊന്ന് ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 മുട്ടയൊന്നും തികയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഇനി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ചെറിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഞാനിങ്ങനെ സൈഡൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സോസ് പാനിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, പരത്തി വെക്കരുത്.
അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഈ ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.